പൂരിയുടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ 2 ദിവസം വരെ ഇത് കേടാവാതെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. എൻ്റെ മകനോട് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞു മുട്ട വാങ്ങിയിട്ട് പുഴുങ്ങി തരാം. അങ്ങനെ കോഴിമുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ നോക്കി നടന്ന സമയത്ത് എനിക്ക് കാടമുട്ട കിട്ടിയേയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെളിയിൽ പോയ സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ കാടമുട്ട ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് വാങ്ങി, 2 ജോഡി വാങ്ങി. ഇത് ഒരു സെറ്റിൻ്റെ അകത്ത് 20 എണ്ണാട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 എണ്ണം വാങ്ങി 40 രൂപയ്ക്ക്. അതിൽ ഞാൻ 20 എണ്ണം ഇപ്പോൾ ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ പുഴുങ്ങാൻ വെക്കുക. അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണ് ഉപ്പിടുന്നത് ശരിക്കും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ അമ്മ ഉപ്പിടുന്നത് കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മയെ ഉപ്പിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ ഞാനായിട്ട് ഇനി ഇതിനെ കുറയ്ക്കണം, അപ്പോൾ ഞാനും കുറച്ച് ഉപ്പ് വായിടും. അപ്പോൾ എന്തിനാണ് ഇതിൽ ഉപ്പിടുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ ഇനി ഇത് നമുക്ക് പുഴുങ്ങാൻ അവിടെ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിനി മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഓയിൽ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ. കുറേ ഓയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ ഈ ഓയിൽ ഫുള്ളായിട്ട് ഞാൻ ഈ കറിയിലേക്ക് എടുക്കുന്നില്ല. ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ബാക്കി ഓയിൽ ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ ചെയ്യുന്നത്. കുറേ ഓയിലൊക്കെ നമുക്ക് അത്ര അൺഹെൽത്തിയാണ് കുറേ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ കറികളൊക്കെ വെക്കുകയാണെങ്കിൽ ഓയിൽ കുറച്ച് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല നൈസായിട്ടാണ് സവാള അരിയുന്നതെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അതൊന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല നൈസായിട്ടോ അരിഞ്ഞിട്ടെടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് എണ്ണയിലേക്ക് ആ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മളെ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടുന്ന കേട്ടോ പറയുക. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്കതൊക്കെ ഒന്ന് അടുപ്പത്ത് നിന്ന് വാങ്ങാം കേട്ടോ. ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ട് നല്ലപോലെ എണ്ണയൊക്കെ വറ്റിച്ചെടുത്തിട്ട് വേണം അടുപ്പത്ത് നിന്ന് വാങ്ങാം കേട്ടോ. അത്ര എണ്ണയുടെ നമുക്ക് ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് വയ്ക്കാം. ഈ ഉള്ളിയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വിതറാനെടുക്കില്ലേ, ആ പാകം കേട്ടോ. ഇത് ഞാൻ ഉള്ളി മാറ്റി വെച്ച ശേഷം എനിക്ക് ചെയ്യാൻ ചട്ടി കഴുകാനുള്ള മടി കൊണ്ട് ആ ഉരുളി തന്നെ ഞാൻ നമ്മുടെ ഭൂരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഭൂരി ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും കേട്ടോ ഭൂരി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ബോള് വേണ്ട അവരെടുത്ത് കഴിക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ ഭൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കറിക്ക് ഭൂരിയും അതുപോലെ ചപ്പാത്തിയും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഭൂരി ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിനി ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് ഈ എണ്ണപ്പാത്രങ്ങൾ കുറേ കഴുകാനുള്ള മടി കാരണം ഞാനിതിലുള്ള ബാക്കി വരുന്ന എണ്ണ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനതൊന്ന് ഓയിലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു പച്ചമണം ആ ഒരു ഇത് മാറുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ച് നല്ല പഴുത്ത 2 തക്കാളി കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത ശേഷം മാത്രം അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ച പച്ചമുളക് 3 പച്ചമുളകാണ് കേട്ടോ. ചെറിയ പച്ചമുളകായതുകൊണ്ട് അത് 3 എണ്ണം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഞാൻ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവസാനം മല്ലിയില ഒരു ഭംഗിക്ക് വിതറി കൊടുക്കുക ചെയ്യുക. പക്ഷേ ഞാൻ നേരെ മറിച്ചാട്ടോ, ഞാൻ ആദ്യം ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമ്മളെ സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, അതേപോലെ 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആവശ്യത്തിന് എന്തുണ്ടാക്കുകയാണെങ്കിൽ അതിലേക്കൊക്കെ അത് വിതറി കൊടുക്കും കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈര് ചേർക്കുന്നത് കൊണ്ടാട്ടോ നമ്മളെ കറി 2 ദിവസം വരെ കേടുവരാൻ നമുക്ക് നിൽക്കും. അപ്പം ഞാനൊരു 4 സ്പൂൺ അളവിൽ തൈര് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ കറിക്ക് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേവിച്ച് തൊലി കളഞ്ഞെടുത്ത് വെച്ചാൽ നമ്മളെ കാടമുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 20 എണ്ണം ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാകുമ്പോഴത്തേക്ക് 10 എണ്ണം ഞാൻ ഇട്ട് കൊടുത്ത് കിട്ടാം. ബാക്കി 10 എണ്ണം ഇതിലേയും പോകുമ്പോൾ എൻ്റെ മകനും ഹസ്ബൻഡും കൂടെ തിന്ന് തീർത്തു. അപ്പോൾ ബാക്കി 10 എണ്ണം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലെ കാട റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലേ, മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് 2 ദിവസം വരെ എടുത്ത് വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഒരു പുളിപ്പും ഒരു എരിവും ഒക്കെ കൂടി ആയിട്ടുള്ളൊരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഭൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കിയില്ല, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ കാടമുട്ട മാത്രമല്ല വലിയ കോഴിമുട്ട നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ കാടമുട്ട ചെറിയ കോഴിമുട്ടയാകുമ്പം നമുക്ക് ആ മസാലയുടെ ഒക്കെ കൂടെ പൊട്ടിച്ച് കഴിക്കാൻ അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ടല്ലോ, ആരും തന്നെ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ലതോ ചീത്തയോ എന്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോണേ. അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ ടാറ്റാ.